നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമയിൽ നമ്മൾ വില്ലന്മാരാണെന്ന് കരുതിയ പലരും ശരിക്കും വില്ലന്മാരായിരുന്നു. ഇനി അവരായിരുന്നോ യഥാർത്ഥ നായകന്മാരെന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ. ലിസ്റ്റിലായിട്ടേത് 2.0 സിനിമയിലെ പക്ഷിരാജൻ എന്ന ക്യാരക്ടറാണ്. നമുക്കറിയാം ഈ ഒരു സിനിമയിലെ മെയിൻ വില്ലനാണ് പക്ഷിരാജൻ എന്ന ഈ ഒരു ക്യാരക്ടർ. പലർക്കും പക്ഷിരാജൻ ഒരു വില്ലനാണ്. എന്നാൽ നമ്മൾ പക്ഷിരാജന്റെ സൈഡ് നോക്കിയാൽ യഥാർത്ഥ വില്ലന്മാർ റോബോസ് ആണെന്ന് മനസ്സിലാവും. പക്ഷിരാജനാവുന്നതിന് മുമ്പ് വെറും രാജനായിരുന്നു. പലരും കരുതിയത് ഒരു മഹാവെടക്കായ ഒരു വില്ലന്റെ ബാക്ക് സ്റ്റോറിയാണെന്ന്. എന്തിനു മണ്ണിൽ കണ്ടതുപോലെ ഒരു സൈക്കോയായ മഹാവെടക്കായ ഒരു സയന്റിസ്റ്റ്. എന്നാൽ ഈ ഒരു ക്യാരക്ടർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വെറുതെ ഒരു പാവം അപ്പൂപ്പനാണ്. ഈ ഒരു അപ്പൂപ്പൻ പക്ഷികളെ വളരെ ഇഷ്ടമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു അപ്പൂപ്പൻ ജനിച്ചപ്പോ തന്നെ പെട്ടെന്ന് ഡെഡായി. പെട്ടെന്ന് ഒരു പക്ഷി വന്ന് CPR കൊടുത്ത് അപ്പൂപ്പനെ രക്ഷപ്പെടുത്തി. അന്ന് മുതൽ അപ്പൂപ്പൻ തന്നെ രക്ഷിച്ച പക്ഷികൾക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. ഇത്രയും നല്ലൊരു അപ്പൂപ്പനാണ്. ഈ ഒരു അപ്പൂപ്പന് സ്വന്തമായി ഒരു ബേർഡ് പാർക്ക് തന്നെയുണ്ട്. ഈ ഒരു ക്യാരക്ടറെ ഉണ്ടാക്കിയത് ഒരു യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് ഇൻസ്പയർ ആയ ആ ഒരു വ്യക്തിയാണ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സലീം അലി. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്റ്റോറി അല്പം കൂടി സീരിയസ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരൻസ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു. മാമന്റെ വീട്ടിലാണ് വളർന്നത്. ഇദ്ദേഹത്തിന് ഒരു തോക്ക് മാമൻ കൊടുത്തിരുന്നു. ഈ ഒരു തോക്ക് കൊണ്ട് കാണുന്ന പക്ഷികളെല്ലാം വെടിവെച്ചിടലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന ഹോബി. ഒരു വേട്ടക്കാരനാകാനാണ് ആഗ്രഹിച്ചത്. ഒരു ദിവസം അങ്ങനെ ഒരു പക്ഷിയെ വെടിവെച്ചിട്ടു. പക്ഷിയുടെ കഴുത്തിൽ ഒരു യെല്ലോ കളർ കാണും. ഇതിനെപ്പറ്റി അങ്കിളിനോട് ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു എനിക്കറിയില്ല. ഈ ഒരു പക്ഷിയെ പറ്റിയ ഡീറ്റെയിൽസ് കിട്ടുക ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ മ്യൂസിയത്തിലേക്കായി. അവിടെ ഒരുപാട് പക്ഷികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ തോക്ക് ഉപേക്ഷിച്ച് ക്യാമറയും ബൈനോക്കുലറും എടുത്ത് പിന്നീട് ഇദ്ദേഹം പക്ഷികളെ പറ്റി പഠിക്കാൻ തുടങ്ങി. പക്ഷികൾക്ക് വേണ്ടി പാർക്കും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതാണ് ഒറിജിനൽ സ്റ്റോറി. ഈ ഒരു അപ്പൂപ്പന്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്വന്തമായ ഒരു ബേർഡ് പാർക്കും. പെട്ടെന്ന് അവിടെ ടവറുകൾ വന്നു. മൊബൈൽ ടവർ വന്നപ്പോൾ ടവറിന്റെ റേഡിയേഷൻ അടിച്ച് പക്ഷികൾ ഓരോന്നായി ചത്തുവിടാൻ തുടങ്ങി. ഈ ഒരു പാവം അപ്പൂപ്പൻ ഓരോ പക്ഷികളെയും കുഴിച്ചിട്ടു. ശരിക്കും ഇങ്ങനെ പക്ഷികൾ ചാവുമോ എന്ന് ചോദിച്ചാൽ പൊതുവെ സംഭവിക്കാറില്ല. പക്ഷേ 5G ടവർ ആദ്യമായി ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ റയറായി അമേരിക്കയിലെ ഒരു ടവറിൽ ഇങ്ങനെ സംഭവിച്ചു. ആ ഒരു ടവറിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നീട് വലിയ പ്രശ്നമായി. ആ ടവർ തന്നെ മാറ്റി. പക്ഷികൾ ചാവുന്നത് പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒരു യൂണിവേഴ്സിൽ മെയിൻ വില്ലൻ ടവറാണ്. മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അപ്പൂപ്പൻ ഒറ്റയ്ക്ക് ഒരുപാട് സമരം നടത്തും. ഇറങ്ങടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാവം അപ്പൂപ്പനെ എല്ലാവരും പൊക്കിയെടുത്ത് കൊണ്ടുപോകും. പാവം അപ്പൂപ്പൻ ഗതികെട്ട് ടവറിൽ തന്നെ പടച്ചു കയറി അവിടെ വെച്ച് കെട്ടിത്തൂങ്ങി മരണപ്പെട്ടു. ഇത്രയും നല്ലൊരു മനുഷ്യനാണ് സ്വന്തം ജീവൻ രക്ഷിച്ച പക്ഷികൾക്ക് വേണ്ടി തന്നെ സ്വന്തം ജീവൻ കൊടുത്തു. ഈ ഒരു സിനിമയ്ക്ക് ഒരു വില്ലൻ വേണമായിരുന്നു. സമാധിയായ അപ്പൂപ്പനെ വരെ ശങ്കർ വെറുതെ വിട്ടില്ല. ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. ഓറ -10,000 ഓറ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇൻസ്റ്റയിൽ പല കമന്റുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചിന്തകളിലൂടെ പ്രവൃത്തികളിലൂടെ പുറത്തു വരുന്ന എനർജിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഓറ ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ മരണപ്പെട്ടാൽ ഒരു നെഗറ്റീവ് എനർജിയോ അഥവാ പ്രേതം. അങ്ങനെ പാവം അപ്പൂപ്പനെ ഒരു വെടക്കപ്പൂപ്പനാക്കുന്നു. അപ്പൂപ്പന്റെ ഓറയും പക്ഷികളുടെ ഓറയും ചേർന്ന് അപ്പൂപ്പൻ പക്ഷിരാജനായി. ആദ്യം അപ്പൂപ്പൻ എല്ലാവരുടെയും ഫോൺ തട്ടിയെടുത്തു. ശേഷം ഫോൺ കമ്പനി മുതലാളിയെ ഫോൺ കൊണ്ട് തന്നെ തീറ്റി. പിന്നീട് ഒരു പക്ഷിയായി എല്ലാ ടവറും മറിച്ചിട്ടു. ക്ലൈമാക്സിൽ പക്ഷിരാജനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചെറിയ റോബോട്ട് വന്ന് ഒരുപാട് പ്രാവിന്റെ പുറത്ത് കയറി. ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പ്രാവിനെ കഴുത്തൊടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷിരാജനെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാവം അപ്പൂപ്പൻ ഒരു വില്ലനായിട്ടും ഇവരുടെ പുറകെ പോകും. ഇവിടെയും നമുക്കൊരു നന്മ കാണും. അങ്ങനെ റേഡിയേഷൻ അടിക്കുന്ന സ്ഥലത്ത് അപ്പൂപ്പനെ ഉറപ്പിക്കും. പിന്നീട് അവിടെ കിടന്ന് ഫോക്കടിച്ചു. എന്തൊക്കെയായാലും ഈ ഒരു യൂണിവേഴ്സിൽ പക്ഷിരാജൻ അപ്പൂപ്പന്റെ സൈഡിലാണ് ന്യായമുള്ളത്. ഇങ്ങനെ ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി കൊടുത്തത് കൊണ്ടും ലോജിക് ഇല്ലാതെ റോബോട്ട് സ്റ്റോറിയിൽ പ്രേതത്തെ കൊണ്ടുവന്നത് കൊണ്ടും ഈ ഒരു വില്ലൻ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. സിനിമയിലെ നെഗറ്റീവും ഇതാണ്. ഒരു ഏലിയൻ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും ബെറ്റർ ആയാലും. ഏലിയന്റെ കയ്യിൽ എങ്ങനെ പോയാലും മോഡേൺ വെപ്പൺസ് ഉണ്ടാവും. മറ്റൊരു റോബോട്ട് വില്ലനാണെങ്കിലും ബെറ്റർ ആയാലും. ഇതുപോലെ ഒരു ലോജിക് ഇല്ലാത്ത സംഭവമാണ് ഇന്ത്യൻ 2-ലുള്ളത്. ഇന്ത്യൻ 2 സിനിമയിൽ ഈ ഒരു താത്തയ്ക്ക് 100-ൽ കൂടുതൽ വയസ്സുണ്ട്. ഇതെന്താണെന്ന് ഡയറക്ടറായിട്ടുള്ള ശങ്കറിനോട് ചോദിച്ചപ്പോൾ ശങ്കർ പറഞ്ഞത് ചൈനയിൽ ലൂസി ജാൻ എന്നൊരു മാസ്റ്ററുണ്ട്. ഇദ്ദേഹത്തിന് 118 വയസ്സുണ്ട്. ഇന്ത്യൻ താത്ത ചെയ്യുന്നത് പോലെ എല്ലാ സ്റ്റണ്ടും ഇദ്ദേഹം ചെയ്യുമെന്നാണ് ശങ്കർ പറഞ്ഞത്. സ്റ്റണ്ട് ചെയ്യുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ത്യൻ താത്ത ചെയ്യുന്നത് പോലെ ചെയ്താൽ എന്തായാലും പേടനി വെട്ടിക്കിടക്കേണ്ടി വരും. 100 വയസ്സിന് മേലെയുള്ള താത്ത ഇത്രയും സ്റ്റണ്ടുകൾ ചെയ്യുന്നത് ഒട്ടും തന്നെ ലോജിക്കല്ല. അടുത്ത സിനിമയാണ് പുഷ്പ സിനിമയിലെ നായകൻ നമുക്കറിയാം പുഷ്പരാജ് ക്യാരക്ടറാണ്. മെയിൻ വില്ലനായി വരുന്നത് ചിക്കാവത്ത് ക്യാരക്ടറാണ്. എന്നാൽ ഈ ഒരു സിനിമയിൽ വില്ലനാണ് ശരി. പുഷ്പ എന്ന ക്യാരക്ടറെ നോക്കിയാൽ പുഷ്പ ഒരു ഗ്യാങ്സ്റ്ററാണ്. ഗുണ്ടായിസം, ചന്ദനക്കടത്ത്, ഡീഫോറസ്റ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്. ചിക്കാവത്ത് എന്ന ക്യാരക്ടർ ഇവരെ തടയുക എന്ന തന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല ഈ ഒരു ക്യാരക്ടറെ ഒരുപാട് അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.
ആദ്യം ഈ ഒരു ക്യാരക്ടർ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി പാന്റ് വരെ ഒരിപ്പിച്ചു. പുഷ്പ 2-ലാണെങ്കിൽ കൂടെയുള്ള പോലീസുകാർ എല്ലാത്തിനെയും വിലക്ക് വാങ്ങി പുഷ്പ അങ്ങ് കൊണ്ടുപോയി. അവിടെയും അപമാനം. മാത്രവുമല്ല, അന്ന് പാന്റ് അഴിപ്പിച്ചതിന് പുഷ്പ ഒന്ന് സോറി പറഞ്ഞാലും മതി, എല്ലാം താൻ മറന്നേക്കാമെന്ന് ഫ്രണ്ട്സ് ആകാമെന്നും ആള് പറഞ്ഞതാണ്. അങ്ങനെ പുഷ്പ സോറി പറയുന്നത് കേൾക്കാനായി ഒരു പാർട്ടി വിളിച്ച് ഈ ഒരു മനുഷ്യനിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുഷ്പയും വന്നു. സോറി എന്നല്ല പറഞ്ഞത്, സാറി അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഈ ഒരാൾക്ക് ഇത് തന്നെ ധാരാളമായിരുന്നു. അത്രയും നല്ല മനുഷ്യനായിരുന്നു. പോരാത്തതിന് സാറി എന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും കേട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ ഈ ഷിക്കാവത്ത് എന്ന ക്യാരക്ടർ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ബായിയെല്ലാം പറഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ പോയ പുഷ്പ കാറ് വളച്ച് തിരിച്ചു വരും. ഞാൻ സോറി പറയുന്നത് നിനക്ക് കേൾക്കണമല്ലേടാ, കണ്ടോടാ പുഷ്പയുടെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പയുടെ വണ്ടി സ്പീഡിൽ കൊണ്ടുവന്ന് ഈ ഒരു വണ്ടിയുടെ പുറകിൽ ഇടിച്ചു കയറ്റി. ഷിക്കാവത്ത് പറഞ്ഞ തോട്ടിലും പോയി. സ്വിമ്മിംഗ് പൂളിലായിരുന്നു പോയി. എങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ടോടാ പുഷ്പയുടെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പ സ്വിമ്മിംഗ് പൂളിൽ യൂറിൻ പാസ് ചെയ്തു. ആ ഒരു കാഴ്ച കണ്ട് ഈ ഒരു ക്യാരക്ടർ ട്രാവുമലൈസ്ഡ് ആയിപ്പോയി. ഒരു വില്ലനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപമാനം. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വയം എയർലാവാൻ പറ്റിയ പല സീനുകളും ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവസാനം അപമാനം സഹിക്കാൻ വയ്യാതെ ചുറ്റും തീയിട്ട് അങ്ങ് സമാധിയായി. അടുത്തത് ദൃശ്യം സിനിമയാണ്. ദൃശ്യം സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 2 വില്ലന്മാരും. ഒന്ന് ജോർജ് കുട്ടി, മറ്റൊന്ന് ഇദ്ദേഹം ഇങ്ങനെയാവുന്നതിന് മുമ്പ് വരുൺ ആയിരുന്നു. വരുൺ ക്രൈം ചെയ്യാൻ ശ്രമിച്ച ഒരു വെടക്ക് വില്ലനാണ്. എന്നാൽ ഇവിടെ ജോർജ് കുട്ടിയും ക്രൈം ഒളിപ്പിച്ച മറ്റൊരു വില്ലനാണ്. ഇവിടെ ന്യായമുള്ളത് ജോർജ് കുട്ടിയുടെ ഭാഗത്താണ്. പക്ഷെ അപ്പോഴും ജോർജ് കുട്ടിയും ഒരു ക്ലാസിക് ക്രിമിനൽ തന്നെയാണ്. ദൃശ്യ സിനിമയുടെ ചൈനീസ് റീമേക്ക് ഉണ്ട്. എ ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ് എന്നായിരുന്നു പേര്. ഈ ഒരു സിനിമയിലും ജോർജ് കുട്ടിയുണ്ട്, ജോർജ് കുട്ടിക്ക് മകളുണ്ട്, ചൈനീസ് വരുൺ വരെയും. ഈ ഒരു സിനിമയിലും ചൈനീസ് വരുണിന്റെ ഗതി ഇത് തന്നെയാണ്, തല്ലിക്കൊന്ന് കുഴിച്ചിടുന്നു. ഈ ഒരു സിനിമയിലും ജോർജ് കുട്ടി ക്രൈം ഒളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഒറിജിനലിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സാഡ് എൻഡിങ് ആയിരുന്നു. ക്രൈം ഒളിപ്പിച്ചു, ആരും കണ്ടുപിടിച്ചില്ല. ക്ലൈമാക്സ് ആയപ്പോൾ ജോർജ് കുട്ടി തന്നെ ക്രൈം ചെയ്ത കാര്യം പറയുകയാണ്, താനാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ ക്ലൈമാക്സിൽ ജോർജ് കുട്ടി ജയിലിൽ പോകും. ഈ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞ് 1000 കോടി കളക്ഷൻ നേടി. ഇവിടെ പലരും പറയുന്നത് ചൈനീസ് ഡയറക്ടർ ഒരു മണ്ടത്തരം ചെയ്തു. ദൃശ്യ സിനിമയ്ക്ക് ഇപ്പോൾ 2 വന്നു, 3 വരാൻ പോകും. മര്യാദയ്ക്ക് ഒറിജിനൽ ക്ലൈമാക്സ് വെച്ചിരുന്നെങ്കിൽ 2ഉം 3ഉം ഇറക്കാമായിരുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം, ഓരോ രാജ്യത്തും നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഒറിജിനൽ ക്ലൈമാക്സ് വെച്ചിരുന്നെങ്കിൽ ക്രൈം ചെയ്യാൻ വ്യത്യസ്തമായ ഒരു ഐഡിയ നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ ഡയറക്ടർ റിയൽ ലൈഫിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ക്രൈം ഒളിപ്പിക്കുന്ന ക്ലൈമാക്സ് ചൈനയിൽ ചെയ്യാൻ കഴിയും. എങ്കിലും ചൈനീസ് വരുന്നു ഈ ഒരു ഗതിയിലാണ്. ഹലോ, രാജാക്കാട് പോലീസ് സ്റ്റേഷൻ. അച്ഛാ, നമ്മൾ പറഞ്ഞത് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടാവോ? പോലീസുകാരെ വിഡ്ഢികളാക്കി എന്റെ അഹങ്കാരം ഉണ്ടെന്ന് അറിയാം. അച്ഛാ, പോലീസ് വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാവുക.